വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത്, റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും. നമ്മൾ അതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. അഥവാ അത് കാണാത്തവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാൽ കുഞ്ഞുങ്ങൾ എഴുതിയിരിക്കുന്നത് റൊട്ടേഷൻ എന്നാൽ എന്താണ് കേട്ടോ. അതിൻ്റെ മലയാളവും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ നിങ്ങൾ? പഠിക്കണേ കുഞ്ഞുങ്ങളെ. ഇനിയും ദിവസങ്ങൾ, വിരളിലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ എക്സാമിന് കേട്ടോ. മെയിൻ എക്സാം ആണ്. നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഓണപരീക്ഷയാണ്. എല്ലാവർക്കും നല്ല മാർക്ക് മേടിക്കണം. എന്നിട്ട് ആ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയണം കേട്ടോ. അതുകൊണ്ട് എല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഓരോന്നിൻ്റെയും മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാഠത്തിൻ്റെ പേര് റൊട്ടേഷനും റെവല്യൂഷനുമാണ് കേട്ടോ. ഇതിൻ്റെ റൊട്ടേഷൻ എന്നാൽ എന്ത്, കാരണം 1ഉം 2ഉം പാർട്ടിൽ ഇത് നമ്മൾ ഒത്തിരിയും വട്ടം പറഞ്ഞതായതുകൊണ്ടാണ് ഞാനിത് വീണ്ടും വീണ്ടും ഇനിയും പറയാത്തത്. പ്രകാശവൃത്തം എന്താണ്? സർക്കിൾ ഓഫ് ഇല്ലൂമിനേഷൻ അല്ലേ. രാത്രിയും പകലും ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ്? കോറിയോലിസിസ് എഫക്റ്റ് എന്നാൽ എന്താണ് കണ്ടോ. ഇതെല്ലാം നല്ല വൃത്തിയായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 9 10ാമത്തെ ഫെറൽസ് നിയമം, ഫെറൽസ് ലോ. പിന്നെ പരിക്രമണം എന്നാൽ എന്താണ്? പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ലീപ്പ് ഇയർ എന്ന് വെച്ചാൽ 4 വർഷം കൂടുമ്പോഴാണ് ലീപ്പ് ഇയർ എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. പുരസരണം അല്ലെങ്കിൽ പ്രസിഷൻ എന്നാൽ എന്തെന്ന് നമ്മുടെ ടെസ്റ്റിൻ്റെ ഒരു സൈഡിൽ കിടപ്പുണ്ടാവും. നിങ്ങൾ അതൊന്ന് എടുത്ത് പഠിച്ചോണേ കേട്ടോ. പുരസരണം അല്ലെങ്കിൽ പ്രസഷന്. പിന്നെ പെരിഹീലിയനും അപ്ഹീലിയനും, സൗരസമീപകവും സൂര്യോത്സവവും എന്താണെന്ന് പഠിച്ചിരിക്കണം കേട്ടോ. ഇതിൻ്റെ എല്ലാം മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. കാരണം അർത്ഥം മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണെന്ന് ചോദിക്കും. 23.5 ഡിഗ്രിയാണ്. പ്രസിഷൻ എന്നാൽ എന്തെന്ന് ഒരു മാർന്ന് ചോദിച്ചാൽ ഇത് എഴുതണം കേട്ടോ. പ്രസിഷൻ. അയനം എന്നാൽ എന്താണ്? വാട്ട് ഈസ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സർക്കിൾ? അയനം ഞാൻ ഇങ്ങനെ കാണിക്കുന്നതേ എന്താ, എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ കണ്ടു നിങ്ങളെ. അത് സ്ക്രീൻഷോട്ടായിട്ട് എടുക്കാൻ പറ്റുമോ കേട്ടോ. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ എന്താ, അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ എൻ്റെ മലയാളവും ഇംഗ്ലീഷും ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഞാനിത് എല്ലാം കൂടെ കാരണം ഒരു പാർട്ടും കൂടി ഇടണം. കാരണം ഈ ചാപ്റ്ററിനകത്ത് ഒരുപാട് 1 വേർഡ് ക്വസ്റ്റ്യനുകളുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഒരു ലിങ്കും കൂടി ഇട്ടിട്ട് പിന്നെ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾ കേട്ടോ. ഒരു ലിങ്കും കൂടി ഇട്ടിട്ട് ഇതിനകത്ത് കുറച്ചും കൂടി ഉണ്ട്. ഇതൊരു വലിയ ചാപ്റ്ററാണ്. നമ്മൾ പറയുന്ന പോലെ അല്ല, ഇത് ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. വൃത്തിയായിട്ട് പഠിക്കണേ നിങ്ങൾ കേട്ടോ. ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ ആണ്. വസന്ത വിഷുവും ശരത് വിഷുവും ഏത് ദിവസങ്ങളിലാണ്? ഇതിനകത്ത് കുറേ ദിവസങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. ഗ്രീഷ്മ അയനാന്തം, സമ്മർ സോൾസ്റ്റിസ് എന്താണ്? അതിൻ്റെ ഇംഗ്ലീഷും മലയാളവും. സമ്മർ സോൾസ്റ്റിസ് എന്തുവാന്ന് ചോദിച്ചാൽ അന്നേരം ചോദിക്കുക എന്താണ് വിൻ്റർ സോൾസ്റ്റിസ് എന്താണെന്ന്. അതെ, വിൻ്റർ സോൾസ്റ്റിസ്. എല്ലാവർക്കും കറക്റ്റായിട്ട് എഴുതിയെടുക്കാനൊക്കെ പറ്റുന്നുണ്ടോ നിങ്ങളെ? കണ്ടോ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പഠിക്കണേ എൻ്റെ പൊന്നുമക്കളെ കേട്ടോ. ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. 25 എണ്ണമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇന്ന് മുതൽ നമ്മൾ ടെസ്റ്റ് വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം ഒത്തിരിയും പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് നോക്കിയാവും നിങ്ങൾ എഴുതിയെടുത്തിരിക്കുന്നത്. 26ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ പഠിക്കാനുള്ളത്. What is the name given to the apparent movement of the sun from the Tropic of Cancer to the Tropic of Capricorn? ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചോദ്യം നല്ലതുപോലെ കേട്ടിട്ട് വേണം എഴുതാൻ, ചാടി കയറി എഴുതരുത്. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ദക്ഷിണായനം എന്നാണ് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. അതേ ചോദ്യം തന്നെയാണ് എന്താ, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദ സൺ ഫ്രം ദ ട്രോപ്പിക് ഓഫ് എ കാപ്രിക്കോൺ ടു ദ ട്രോപ്പിക് ഓഫ് എ ക്യാൻസർ എന്ന് വെച്ചാൽ എന്താ നിങ്ങൾ അതിൻ്റെ നേരെ അല്ലേ എന്താ, ഈ ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദക്ഷിണായനം അല്ലേ. അപ്പം നേരെ തിരിച്ച് ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റത്തെ ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? ഉത്തരായനം. ഇതിൻ്റെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ഇല്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഉത്തരായനം. അത് നല്ലപോലെ പഠിക്കണേ. ഉത്തരായനവും ദക്ഷിണായനവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത, ഡ്യൂറിങ് വിച്ച് മന്ത് ആറ് ഉത്തരായനം ആൻഡ് ദക്ഷിണായനം എക്സ്പീരിയൻസ്ഡ്? ഉത്തരായനവും ദക്ഷിണായനവും അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉത്തരായനവും ദക്ഷിണായനവും അനുഭവപ്പെടുന്നത് ഏതൊക്കെ മാസങ്ങളിലാണ്? ഡ്യൂറിങ് വിച്ച് മന്ത് ആറ് വായിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കേട്ടോ. ഉത്തരായനം ആൻഡ് ദക്ഷിണായനം എക്സ്പീരിയൻസ്ഡ്. ഉത്തരായനം എന്ന് വെച്ചാൽ ഡിസംബർ 22 മുതലാണ്.
ഇംഗ്ലീഷും മലയാളവും തന്നതുകൊണ്ട് ഞാനിവിടെ മലയാളം എഴുതിയുള്ളൂ കേട്ടോ. അവിടെ ഉത്തരായനത്തിൻ്റെയൊക്കെ സ്പെല്ലിംഗ് ഇവിടെ കിടപ്പുണ്ട്. ഉത്തരായനം എന്ന് പറയുന്നത് ഡിസംബർ 22 മുതലാണ് അല്ലേ, ജൂൺ 21 വരെ. അപ്പോൾ ദക്ഷിണായനോ ആ ജൂൺ 21 മുതൽ പിറ്റേ ഡിസംബർ 22 വരെ കേട്ടോ. അത് നല്ലപോലെ ആ ഡേറ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, വാട്ട് ആർ സീസൺസ്, ഡിഫറെൻറ്റ് സീസൺ. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതാണ് സീസണുകളെ കുറിച്ച് കേട്ടോ. സീസൺ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഋതുക്കളെ കുറിച്ച്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് കേട്ടോ. അതായത് ഞാൻ ഓരോ വരി അതിൻ്റെ എഴുതിയിട്ട് അതിൻ്റെ മലയാളമാണ് എഴുതിയേക്കുന്നത്. ഒരുമിച്ച് ഞാനങ്ങ് ഇംഗ്ലീഷ് എഴുതിയല്ല. എന്താണെന്നൊന്ന് നോക്കണേ. Due to the apparent shift in the position of the sun, different places experience a specific weather pattern. These patterns are known as seasonal. First എന്താ, ഋതുക്കൾ എന്നാൽ എന്താണ്? Due to the apparent shift in the position of the sun, different places experience a specific weather pattern. ദീസ് പാറ്റേൺ ആർ നോൺ ആസ് സീസൺ. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. സൂര്യൻ്റെ ആപേക്ഷിക സ്ഥാനമാറ്റത്തിനനുസരിച്ച് ഓരോ പ്രദേശത്തും സവിശേഷമായ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഈ കാലയളവിനെയാണ് ഋതുക്കൾ എന്ന് വിളിക്കുന്നത്. നല്ലതുപോലെ അത് പഠിച്ചോണേ നിങ്ങൾ. എന്താണ് സീസണുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ പറയുമ്പം തന്നെ നിങ്ങളങ്ങ് പഠിച്ചു പോകും. ഡ്യൂ ടു ദ അപ്പാരൻ്റ് ഷിഫ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ദ സണ്ണ്, ഡിഫറെൻ്റ് പ്ലേസ് എക്സ്പീരിയൻസ് സ്പെസിഫിക് വെതർ പാറ്റേൺ. ദീസ് പാറ്റേൺ ഈസ് നോൺ ആസ് എന്താ, സീസണുകൾ. വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇനി ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് ആൻഡ് വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി ആർ ദ റീസൺ ഫോർ ദ ഒക്കറൻസ് ഓഫ് ദ സീസൺ. വായിക്കാൻ പറ്റണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാം. അതിനാണ് ഞാൻ എടുത്ത് ഓരോ അക്ഷരം വെച്ചും വായിക്കുന്നത്. ദ റെവല്യൂഷൻ ഓഫ് ദി എർത്ത് and variation in the availability of solar energy are the reasons for the occurrence of the season. കേട്ടോ. അതിൻ്റെ ആ ഇംഗ്ലീഷ് അങ്ങ് എഴുതിയെടുക്കണം. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഇടയ്ക്ക് മലയാളം എഴുതി വെച്ചേക്കുന്നത്. കാരണം ഈ ഒരു പോയിൻ്റ് അർത്ഥമാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ കേട്ടോ. അപ്പം ഇനി ഇതിൻ്റെ അർത്ഥം അപ്പുറത്തുണ്ട്. അപ്പം നിങ്ങൾ ആ ഇംഗ്ലീഷുകാരെഴുതുമ്പോൾ എന്താ, ഫസ്റ്റ് ഇത് എഴുതുക, എന്നിട്ട് ഇത് എഴുതുക കേട്ടോ. ഇനി ഒരു വരിയും കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അപ്പം അതിൻ്റേതായ രീതിയിൽ വേണം എഴുതാൻ. അതായത് ഭൂമിയുടെ പരിക്രമണവും സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം. ഭൂമിയുടെ പരിക്രമണവും ദ റെവല്യൂഷൻ ഓഫ് ദ എർത്ത് എന്നല്ലേ, ആൻഡ് വേരിയേഷൻ ഇൻ ദ അവൈലബിലിറ്റി ഓഫ് സോളാർ എനർജി, സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളുമാണ് ഇതിന് കാരണം കേട്ടോ. നല്ലതുപോലെ പഠിക്കണേ. ഇനി ദ ഒക്കറൻസ് ഓഫ് സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിൻ്റർ ഇൻ ദ സിലിണ്ട്രിക്കൽ cyclical manner throughout the year is called seasonal change. The occurrence of spring, summer, autumn and winter, ഈ 4 സീസണത്തിൻ്റെയും സ്പെല്ലിംഗ് ഒക്കെ അറിയണേ ചോദിച്ചു. ഓട്ടമൻ എന്ന് നമ്മൾ പറയത്തില്ല, ഓട്ടം കേട്ടോ. ഒരു വർഷത്തിൽ വസന്തകാലം, സ്പ്രിംഗ് എന്ന് വെച്ചാൽ വസന്തകാലം, സമ്മർ എന്ന് വെച്ചാൽ ഗ്രീഷ്മകാലം, ഓട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരത്കാലം, വിൻ്റർ എന്ന് വെച്ചാൽ ശൈത്യകാലം എന്നീ കാലങ്ങളുടെ സൈക്ലിക്കൽ എന്ന് വെച്ചാൽ ചാക്രികമായിട്ട് ഇത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്താണ്, ഇത് കഴിയുമ്പോൾ അടുത്ത ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. വീണ്ടും ഇങ്ങനെ കറങ്ങി എന്താ മാറി ഇങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സീസണൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമുക്ക് സമ്മർ വെക്കേഷൻ തരുന്നുണ്ട് അല്ലേ. നമ്മുടെ ഡിസംബറൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ നല്ല മഞ്ഞല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ. നമ്മൾ ശബരിമലയിലൊക്കെ, ഞങ്ങൾ പത്തനംതിട്ടക്കാരാണ്, ശബരിമലയിലൊക്കെ നല്ല മഞ്ഞുള്ള സമയത്താണല്ലേ. ഡിസംബർ ജനുവരിയൊക്കെ എന്ന് വെച്ചാൽ നല്ല മഞ്ഞുള്ള സമയമാണത്. ഒരു വർഷത്തിൽ വസന്തകാലം, ഗ്രീഷ്മകാലം, ശരത്കാലം കേട്ടോ,
ഈ ശൈത്യകാലം എന്നീ കാലങ്ങൾ ചാക്രികമായെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിക്കൽ മാറിയും തിരിഞ്ഞും വരുന്ന കേട്ടോ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. അത് നല്ലതുപോലെ ആ 3 പോയിന്റും പഠിക്കണം. അടുത്ത നമ്മൾ അതിനെക്കാട്ടിൽ പ്രധാനപ്പെട്ടാണ് നമ്മൾ ഈ പഠിച്ച സീസണുകൾ 4 കുറിച്ച് പഠിച്ചത്. അതിൻ്റെ സവിശേഷതകൾ എഴുതാൻ പഠിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീസൺസ്, സീസണുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്. ഫസ്റ്റ് വസന്തകാലം നമ്മൾ പറഞ്ഞു. സ്പ്രിങ് സീസണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്ലാന്റ്സ് ബ്ലൂംസ് ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. പ്ലാന്റ്സ് ബ്ലൂം ആൻഡ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് സ്പ്രിങ് സീസണിലാവും ഞങ്ങളെ. സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് സ്പ്രിങ് സീസണിലാണ്. ഡ്യൂറിങ് ദീസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുന്നു. ഈ കാലയളവിൽ ഡ്യൂറിങ് ദീസ് പീരീഡിൽ എന്താവും ഞങ്ങളെ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരുന്നു. നമ്മൾ ഈ ചില സമയങ്ങളിൽ രാത്രി 7 മണി ആയാലും എന്താ നേരെ വിരട്ടത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? 6:30 ആകുമ്പോഴും നല്ലപോലെ സൂര്യൻ്റെ പ്രകാശം നല്ലപോലെ നമ്മുടെ പടിഞ്ഞാറേ വശത്ത് കാണും അല്ലേ. സൂര്യൻ എപ്പോഴും അവിടെ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം അല്ലേ. അതാവും നിങ്ങളെ വസന്തകാലം അല്ലെ സ്പ്രിങ് സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്യങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന കാലമാണ് വസന്തകാലം. ഈ കാലയളവിൽ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി ഇൻക്രീസ് ചെയ്യാന്ന് വെച്ചാൽ കൂടി വരുന്നു. ഒന്നാമത്തെ പഠിച്ചോ. രണ്ടാമത്തതാണ് ഗ്രീഷ്മകാലം, അതായത് സമ്മർ സീസൺ. സമ്മറിലാണ് നമുക്ക് വെക്കേഷൻ അല്ലേ. ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, ഉയർന്ന അന്തരീക്ഷ താപനില, ചൂട് കൂടുതലാണ്, അതിന് നമുക്ക് വെക്കേഷൻ അവധി തരുന്നത് അല്ലേ. ഇന്നാലോ ജനറലി ലോങ്ങർ ഡേയ്സ്, പൊതുവേ ദൈർഘ്യമേറിയ പകലുകളാണ്. സമ്മർ സീസണിലും നിങ്ങളെ പകലുകൾ കൂടുതലാണ്, പകലിൻ്റെ ദൈർഘ്യം കൂടുതലാണെന്ന് കേട്ടോ. 2 വരി വീതം എല്ലാത്തിനെയും പഠിച്ചു വെച്ചിരിക്കണം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ശരത്കാലം, ഓട്ടമൻ അല്ലേ. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ്. മരത്തിൻ്റെയൊക്കെ ഇലകൾ പൊഴിയുന്ന സമയമാവും നിങ്ങൾ ഈ ശരത്കാലം എന്ന് വെച്ചാൽ. ഇലകളൊക്കെ നമ്മൾ ഈ റബ്ബറൊക്കെ ഉള്ളവർക്കറിയാം, ഈ ഉണക്ക് വന്നു കഴിഞ്ഞാൽ അല്ലേ, ശരത്കാലം വന്നു കഴിഞ്ഞാൽ റബ്ബറിൻ്റെ എന്നും മിറ്റം തൂക്കാനേ നേരെ കാണത്തുള്ളൂ അല്ലേ. റബ്ബറെന്നല്ല, മിക്കവാറും ഉള്ള മരങ്ങളെല്ലാം ഇല പൊഴിയുന്ന സമയമാവും ഞങ്ങളെ ശരത്കാലം അല്ലെങ്കിൽ ഓട്ടം സീസൺ അല്ലേ. ട്രീസ് ഷെഡ് ദെയർ ലീവ്സ് ബിഫോർ ദ അറൈവൽ ഓഫ് വിൻ്റർ. ഡ്യൂറിങ് ദീസ് പീരീഡ് ഡ്യൂറേഷൻ ഓഫ് ഡേ ടൈം ഗ്രാജുവലി ഡിക്രീസസ്. എന്നാൽ ഈ സമയങ്ങളിൽ എന്താണെന്നറിയോ, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നു കേട്ടോ. ശൈത്യകാലത്തിൻ്റെ മുന്നോടിയായിട്ട് ഇലകളെല്ലാം പൊഴിയുന്നുണ്ട്, പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരുന്നുണ്ട്. മറ്റേത് 2 സമ്മറിലും പിന്നെ വസന്തകാലം സ്പ്രിംഗ് സീസണിലും പൊതുവെ പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കൂടി വരികയായിരുന്നു അല്ലേ. ആദ്യത്തെ 2 സീസണുകളിലും പൊതുവെ പകലിൻ്റെ ദൈർഘ്യം കൂടി വരികയാണ്. എന്നാൽ ഓട്ടമൻ ശരത്കാലത്തിലും അതുപോലെ തന്നെ ശൈത്യകാലവും നോക്കണേ നിങ്ങളെ. ശൈത്യകാലം അല്ലെങ്കിൽ വിൻ്റർ സീസണിൽ കുറഞ്ഞ അന്തരീക്ഷ താപനിലയാണ്. അന്തരീക്ഷത്തിൽ ചൂട് പൊതുവേ കുറവായിരിക്കും അല്ലേ. അത് മഞ്ഞ് വീഴ്ച ഉണ്ടാവും. മഞ്ഞ് വീഴ്ച വെളുപ്പിനെയൊക്കെ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങി നോക്കിയാൽ അറിയാം അല്ലേ. വെളുപ്പിനെയൊക്കെ പഠിക്കാനൊക്കെ എണീക്കത്തില്ലേ വെളുപ്പിന് ഇല്ലേ. വെളുപ്പിനെ ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ അന്നേരം അത് പറഞ്ഞപ്പോൾ? വെളുപ്പിനെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ടോ? എത്ര മണിയാകുമ്പോൾ എഴുന്നേക്കും? അപ്പോൾ ആ വെളുപ്പിനെ എഴുന്നേക്കുന്നവർക്കറിയാം കുറഞ്ഞ അന്തരീക്ഷ താപനിലയാണ്, അന്നേരം മഞ്ഞ് വീഴ്ചയുണ്ടാകും, അന്നേരം ദൈർഘ്യമേറിയ രാത്രിയായിരിക്കും. രാത്രിയുടെ അളവ് കൂടുതലായിരിക്കും അല്ലേ. ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, സ്നോഫാൾ ഉണ്ടാവും, ജനറലി ലോങ്ങർ നൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ പാഠത്തിനകത്ത് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ ഒന്നാമത് ഋതുക്കളെക്കുറിച്ചാണ് പഠിച്ചത് കുഞ്ഞുങ്ങളെ. ഋതുക്കൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സീസൺ ചേഞ്ച്, നമ്മുടെ സീസണിലെ ഋതുഭേദങ്ങൾ ഏതൊക്കെയാണ് അല്ലേ, അതിനകത്തിലെ ഋതുക്കളുടെ സവിശേഷതയാണ് 4 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വസന്തകാലമായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സസ്യങ്ങളും പൂക്കളുകളും കായ്ക്കുന്നതാണ്, പകലിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. ഗ്രീഷ്മകാലത്തിൽ ഭയങ്കര ചൂടായിരിക്കും അല്ലേ, ഉയർന്ന താപനിലയായിരിക്കും, പകലുകൾ പൊതുവേ ദൈർഘ്യമുള്ളതായിരിക്കും. ശരത്കാലമാണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇവിടെ ഇലകൾ പൊഴിയുന്ന മരങ്ങളുടെയൊക്കെ ഇലകൾ പൊഴിയുന്ന ഒരു സീസണാണ് അല്ലേ. പകലിൻ്റെ ദൈർഘ്യം ക്രമേണ കുറഞ്ഞു വരും. ശൈത്യകാലമായി കഴിഞ്ഞാലോ ലോ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അന്തരീക്ഷത്തിൻ്റെ താപനില കുറഞ്ഞതുമായിരിക്കും. അതുപോലെ തന്നെ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്നു, രാത്രിയുടെ ദൈർഘ്യം കൂടുതലുമായിരിക്കും കേട്ടോ. നല്ലതുപോലെ പഠിക്കണേ അത്.
30 ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 31ാമത്തെ നിങ്ങളുടെ ടെസ്റ്റിൽ നമ്മുടെ ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ, ട്രഡീഷണൽ സീസൺ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കൾ ഏതെല്ലാമാണ്? ഇത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കണേ. വസന്തകാലം വരുന്നത് എപ്പോഴാണെന്നറിയോ? മാർച്ച് ഏപ്രിൽ. അന്നേരമാണ് നമുക്ക് എന്താ വെക്കേഷൻ തരുന്നത്. എന്ന് വെച്ചാൽ ചൂട് കൂടുതലാണ്, നമ്മളിപ്പോൾ പറഞ്ഞല്ലേ. അന്നേരം ചൂട് കൂടുതലായതുകൊണ്ട് സസ്യങ്ങളും പൂക്കളും ഒക്കെ കായ്ക്കുന്ന സമയമാണ്, ചൂട് കൂടുതലാണ് അല്ലേ. ഇതൊക്കെ നല്ലതുപോലെ അറിയണം. പകലിൻ്റെ ദൈർഘ്യം കൂടുതലാണ്. ഇതൊക്കെ നമ്മുടെ വെക്കേഷൻ സമയത്താണ്, മാർച്ച് ഏപ്രിൽ അല്ലേ. ഇനി ഗ്രീഷ്മകാലത്ത് എന്താ കുഞ്ഞുങ്ങളെ? അത് ഉയർന്ന താപനില, അന്നേരം ചൂടാണ്. കാരണം നമുക്ക് എന്താ മെയ്യിലും അവധിയുണ്ട് അല്ലേ. മാർച്ചിൽ പരീക്ഷയാണ്, പരീക്ഷ ചൂടത്താണ് നടത്തുന്നത് അല്ലേ. ഏപ്രിൽ മെയ്യിലും അവധിയാണ്, ഗ്രീഷ്മകാലമാണ്, അന്നേരവും താപനില കൂടുതലാണ്. പിന്നെയോ ജൂണിൽ വരുന്നുണ്ട് അല്ലേ. ഗ്രീഷ്മകാലം എന്ന് വെച്ചാൽ മെയ് ജൂണാണ്. മാർച്ച് ഏപ്രിൽ വസന്തകാലം, മെയ് ജൂണിൽ ഗ്രീഷ്മകാലം. ഇനി വർഷകാലം എന്ന് പറയുന്നൊരു കാലമുണ്ട്, ജൂലൈ ഓഗസ്റ്റ്. നമ്മുടെ സ്കൂളൊക്കെ തുറന്ന് പാഠമൊക്കെ 1, 2 ഒക്കെ ആയി. ഇപ്പം നമ്മൾ ജൂലൈ ഓഗസ്റ്റ് ആണല്ലേ. ഇപ്പോൾ ഓഗസ്റ്റിൽ എന്താണ്? വർഷകാലമാണ്. ഇനി ശരത്കാലമുണ്ട്. ശരത്കാലം എന്ന് വെച്ചാൽ സെപ്റ്റംബർ ഒക്ടോബറിലാണ് ശരത്കാലം. ഇനി ഹേമന്തകാലമുണ്ട് കുഞ്ഞുങ്ങളെ. നവംബർ ഡിസംബറിലാണ് ഹേമന്തകാലം. മഞ്ഞൊക്കെ ഉണ്ടാകുന്ന ആ കാലത്താട്ടോ, ഡിസംബറൊക്കെ ആകുമ്പോൾ. ഇനി ശിശിരകാലമുണ്ട്, ജനുവരി ഫെബ്രുവരി. ഇതൊക്കെ ഒരു പാട്ടല്ലേ. ശിശിരകാലത്തിൻ്റെ പാട്ടുണ്ട്, ഹേമന്തമൻ അല്ലേ ആ പാട്ടുണ്ട്, ശരത്കാലം. ഇതെല്ലാം ഓരോ പാട്ടായിട്ട് ബന്ധമുള്ള അല്ലേ. ഡേറ്റ് നല്ലപോലെ അറിയണേ. പാട്ടൊക്കെ അവിടെ നിന്നോട്ടെ. ഈ മാസങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത് എന്താണ്? ലോക്കൽ ടൈം, പ്രാദേശിക സമയത്തെക്കുറിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കി മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. കാരണം ടെസ്റ്റ് വായിച്ചിട്ട് ഫുള്ള് പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കിയാവും നിങ്ങൾ എഴുതിയെടുത്തേക്കുന്നത്. കറക്റ്റ് പറയുകയാണെങ്കിൽ ടെസ്റ്റ് നോക്കി പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ സോഷ്യലും സയൻസും എപ്പോഴും പഠിക്കുമ്പം ടെസ്റ്റ് നോക്കി പഠിക്കണം കുഞ്ഞുങ്ങളെ കേട്ടോ. ടെസ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ എന്താ ചോദിക്കും, വെളിയിൽ നിന്ന് ടെസ്റ്റ് നല്ലപോലെ പഠിച്ചിട്ട് ടെസ്റ്റിൽ നിന്നാണ് ചോദിക്കുന്നത് കേട്ടോ. വാട്ട് ഈസ് ലോക്കൽ ടൈം? പ്രാദേശിക സമയം. The time calculated based on the length of the shadow and the position of the sun is termed as the local time. നിഴലിൻ്റെ നീളം ഷാഡോ ഓഫ് ദ ലെങ്ത്, സൂര്യൻ്റെ സ്ഥാനം പൊസിഷൻ ഓഫ് ദ സണ്ണ് എന്നിവയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയം എന്ന് പറയുന്നു. 2 മാർക്കിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ അത്. എന്താണ് ലോക്കൽ ടൈം? വാട്ട് ഈസ് ലോക്കൽ ടൈം? ദ ടൈം കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഷാഡോ ആൻഡ് ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ടേംഡ് ആസ് ദ ലോക്കൽ ടൈം. നിഴലിൻ്റെ നീളം, സൂര്യൻ്റെ സ്ഥാനം എന്നിവയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന സമയത്തെ പ്രാദേശിക സമയമെന്ന് പറയുന്നു. അതേപോലെ ജന്തർ മന്തർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തായി ജന്തർ മന്തർ എന്ന് ചോദിച്ചാൽ, ജന്തർ മന്തർ ഈസ് ആൻ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ സൈറ്റ് ബിൽഡ് in the early 18th century by മഹാരാജ ജയ് സിംഗ് ടു ഇൻ ജയ്പൂർ. ജയ്സിംഗ് രണ്ടാമൻ നമ്മൾ പറയത്തില്ലേ. അതായത് 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്തർ. ഇത് ചിലപ്പോൾ ആരാണ് സ്ഥാപിച്ചതെന്നായിരിക്കാം 1 മാർക്കിന് ചോദിക്കുന്നത്. 18ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ജയ്പൂർ മഹാരാജാവായ ജയ്സിംഗ് രണ്ടാമൻ ജയ്പൂരിൽ നിർമ്മിച്ച ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രമാണ് ജന്തർ മന്തർ. വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ കേട്ടോ. ആരാണ് നിർമ്മിച്ചതെന്ന് മാത്രമായിരിക്കും കുഞ്ഞുങ്ങളെ ഇതിനകത്ത് നിന്ന് ചോദിക്കുന്നത് കേട്ടോ. 33 ഞാൻ പറഞ്ഞിട്ടുണ്ട്. 34ാമത്തെ ചോദ്യം, എന്താണ് സ്റ്റാൻഡേർഡ് ടൈം? വാട്ട് ഈസ് സ്റ്റാൻഡേർഡ് ടൈം? മലയാളം മാനക സമയം എന്നാണ് കേട്ടോ. ഇതൊരു ഇച്ചിരി 2-3 സെൻറ്റൻസ് കൂട്ടി എഴുതിയെങ്കിൽ, ഞാൻ ചുരുക്കി എഴുതാൻ നോക്കിയാൽ, പക്ഷേ ഈ 2-3 സെൻറ്റൻസും കൂടെ കൂട്ടി എഴുതിയെങ്കിലേ അത് എന്താ അതിൻ്റെ ആൻസർ ആവത്തുള്ളൂ. ദ ലോക്കൽ ടൈം അറ്റ് ഈച്ച് ലോങ്ജിറ്റ്യൂഡ് വിൽ ബി ഡിഫറൻറ്റ്, സോ ദെയർ വിൽ ബി ഡിഫറൻറ്റ് ലോക്കൽ ടൈം വിതിൻ ദ കൺട്രി. ദിസ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. The overcome these crises based on the international understanding, countries have selected a longitude which is a multiple of 7 1/2 degree longitude as a standard meridian. അതായത്
ദ ലോക്കൽ ടൈം അറ്റ് ഈച്ച് ലോഞ്ചിറ്റ്യൂഡ് വിൽ ബി ഡിഫറെൻറ്റ് എന്ന് വെച്ചാൽ ഓരോ രേഖാംശ രേഖയാണ് ലോഞ്ചിറ്റ്യൂഡ് അല്ലേ. പ്രാദേശിക സമയം വ്യത്യസ്തമായിരിക്കും കുഞ്ഞുങ്ങളെ. ഓരോ ലോഞ്ചിറ്റ്യൂഡിലും ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും നമ്മൾ അതൊക്കെ ഒന്നും രണ്ടും ഇതിൽ പറഞ്ഞതാണ്. ഇനി അതും കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും. എന്താണ് ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു ഗ്ലോബിൻ്റെ പടങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ ലോഞ്ചിറ്റ്യൂഡ് എന്താണ് ലാറ്റിറ്റ്യൂഡ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ഈ രേഖാംശം അതായത് ലോഞ്ചിറ്റ്യൂഡിൻ്റെ പ്രാദേശിക സമയം ഓരോന്നിലും വ്യത്യാസമായിരിക്കും കേട്ടോ. അതിനാൽ ദെയർ വിൽ ബി ഡിഫറെൻറ്റ് ലോക്കൽ ടൈം വിത്തിൻ ദ കൺട്രി. അതിനാൽ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയങ്ങൾ ഉണ്ടാകും. ദിസ് വിൽ ക്രിയേറ്റ് കൺഫ്യൂഷൻ. ഇത് ആശയക്കുഴപ്പം സൃഷ്ടിക്കും എന്നാണ് പറയുന്നത്. ഇത് മലയാളമാണ്, ഇംഗ്ലീഷ്, ഇത് മലയാളമാണ്. അപ്പോൾ അത് ഏത് സെൻറ്റൻസ് വായിച്ചാലും അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ മലയാളം കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചോണം. ഇനി ദ ഓവർകം ദീസ് ക്രൈസിസ് ബേസ്ഡ് ഓൺ ആൻ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിങ് കൺട്രീസ് ഹാവ് സെലക്റ്റഡ് എ ലോഞ്ചിറ്റ്യൂഡ് വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 1/2 ലോഞ്ചിറ്റ്യൂഡ് ആസ് എ സ്റ്റാൻഡേർഡ് മെറീഡിയൻ. അതായത് ഈ പ്രതിസന്ധി മറികടക്കാൻ രാജ്യങ്ങൾ ഒരു അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശ രേഖയായിട്ട് നമ്മൾ പരിഗണിക്കുന്നു. അത് നല്ലപോലെ പഠിക്കണേ കുഞ്ഞുങ്ങളെ. അത്രയും മതി. സ്റ്റാൻഡേർഡ് മെറിഡിയൻ എനിക്ക് തോന്നുന്നു ഒരു വലിയ ക്വസ്റ്റ്യൻ ആൻസർ ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കുമെന്ന്. ഇത് ഫുള്ള് എഴുതിയാൽ ഫുള്ള് മാർക്കാണെന്ന് ഓർത്തോണം. 3 മാർക്കിനൊക്കെ ആയിരിക്കും സ്റ്റാൻഡേർഡ് ടൈം കേട്ടോ. 1 മാർക്കിന് എന്തായാലും ചോദിക്കത്തില്ല. ഇച്ചിരി വലുതായതുകൊണ്ട് 3 മാർക്കൊക്കെ ആയിരിക്കും. 2 മാർക്ക് ആയാലും നോക്കിയേ കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ? അതായത് ഓരോ രേഖാംശ രേഖയിലും പ്രാദേശിക സമയം വ്യത്യാസമായിരിക്കും. അതിനാൽ ഒരു രാജ്യത്തിനുള്ളിൽ തന്നെ വ്യത്യസ്ത പ്രാദേശിക സമയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് തന്നെ ഓരോരുത്തടത്തും ഓരോ സമയമാണെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയോ കുഞ്ഞുങ്ങളെ, ഇല്ലയോ? ഓരോരുത്തടത്തും ഓരോ സമയമാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതെല്ലാവർക്കും ഒരാശയക്കുഴപ്പത്തിന് കാരണമാകും അല്ലേ. ഈ പ്രതിസന്ധി അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി രാജ്യങ്ങൾ ഒരു അന്താരാഷ്ട്ര ധാരണയുടെ അടിസ്ഥാനത്തിൽ 7.5 ഡിഗ്രി രേഖാംശ രേഖയുടെ ഗുണിതമായിട്ട് വരുന്ന രേഖാംശ രേഖയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാൻഡേർഡ് മെറിഡിയൻ അല്ലെങ്കിൽ മാനക രേഖാംശ രേഖയായിട്ട് എല്ലാവരും പരിഗണിക്കുന്നത് കേട്ടോ. രേഖാംശ രേഖയുടെ ആകൃതി എപ്പോഴും സെമി സർക്കിൾ ആയിരിക്കും, അർദ്ധവൃത്താകൃതിയായിരിക്കും. അക്ഷാംശ രേഖയുടെ ആകൃതി എപ്പോഴും വൃത്താകൃതി സർക്കിളുമായിരിക്കും. ഇനി അതുപോലൊരു ചോദ്യം നിങ്ങൾ, എന്താണ് ഈ ഗ്രീൻവിച്ച് സമയം എന്ന് വെച്ചാൽ എന്താണ് അല്ലേ? ഗ്രീൻവിച്ച് സമയം എന്ന് വെച്ചാൽ എന്താണ്? ഫോർ ഇന്റർനാഷണൽ ടൈം കാൽക്കുലേഷൻ the longitude that passes through the England is taken as 0 degree meridian. വായിക്കാൻ പറ്റണേ കുഞ്ഞുങ്ങളെ. ഫോർ ഇന്റർനാഷണൽ ടൈം കാൽക്കുലേഷൻ the longitude that passes through the England is taken as 0 degree meridian. This is called prime meridian. The local time at prime meridian is called the Greenwich Mean Time. വായിക്കറിയാൻ പറ്റാത്ത വല്ലതും ഉണ്ടോ? പ്രൈം മെറീഡിയന്, ലോക്കൽ ടൈം, മെറീഡിയന്, കാൽക്കുലേഷന്, ഗ്രീൻവിച്ച് കണ്ടോ. എല്ലാ വാക്കുകളും നമുക്കറിയാം. ഇൻ്റർനാഷണൽ വായിക്കാൻ അറിയാവുന്ന വാക്കുകളാണല്ലോ കുഞ്ഞുങ്ങളെ. ഇംഗ്ലീഷ് എന്താണ്? ഗ്രീനിച്ച് സമയം എന്ന് വെച്ചാൽ W ഉണ്ടേ അതിനകത്ത് കേട്ടോ. ഗ്രീൻവിച്ച് WICH ഗ്രീനിച്ച് കേട്ടോ. W ഉണ്ടേ അതിനകത്ത്. സ്പെല്ലിങ് കറക്റ്റായിട്ട് പഠിക്കണേ. 36 എണ്ണമായിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ മലയാളം? അന്താരാഷ്ട്ര സമയനിർണയ സൗകര്യത്തിനായിട്ട് ഇംഗ്ലണ്ടിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തുകൂടി പോകുന്ന രേഖാംശ രേഖയെ 0 ഡിഗ്രി രേഖാംശ രേഖയായിട്ട് കണക്കാക്കുന്നു. ഇതിനെ പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നു. പ്രൈം മെറീഡിയനിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് നല്ലതുപോലെ എഴുതിയെടുക്കണേ. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലോഞ്ചിറ്റ്യൂഡ് ഈസ് കൺസിഡേർഡ് ആസ് ദ സ്റ്റാൻഡേർഡ് മെറീഡിയൻ ഓഫ് ഇന്ത്യ? ഏത് രേഖാംശ രേഖയാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് കണക്കാക്കുന്നത്? 82.5 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡാണ് കേട്ടോ. 82 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്, കിഴക്ക് രേഖാംശം എന്ന് പറയണം. നമുക്കിതിൻ്റെ ഒരു പാർട്ട് കൂടി ഇട്ടിട്ട് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. എല്ലാം വൃത്തിയായിട്ട് പഠിച്ച് അന്നെന്നുള്ളത് അങ്ങ് പഠിച്ച് തീർക്കണം കേട്ടോ. എല്ലാം കൂടെ പരീക്ഷയുടെ തലേന്ന് 4 ചാപ്റ്റർ കൂടെ പഠിക്കാനിരിക്കരുത്. അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ച് തീർക്കണം കേട്ടോ. ഓക്കെ, നിങ്ങളെ മനസ്സിലാവുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.